ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആയിട്ടൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കുറേ ദിവസങ്ങളിലായിട്ട് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുറേ പീസസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാത്തതുകൊണ്ട് എന്നെ വിചാരിച്ചു സൺഡേ ഇനി മഴയൊക്കെയാണ്, അപ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവർക്കും മിസ് ചെയ്യാണ്ട് കളക്ഷൻസ് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് സൺഡേ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് സാധാരണ നമ്മൾ 3 പീസ് സെറ്റ് ലാസ്റ്റാണ് കാണിക്കാറ്, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്തോ ഇച്ചിരി ഒരു പ്രീമിയം ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റീസ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവർ ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന പോലത്തെ നല്ല മൊഡാൽ സിൽക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു സിൽക്കാണ്. ഇത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴേ മനസ്സിലാവും, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര സോഫ്റ്റാണ്. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് പ്രീമിയത്തിൽ വരുന്ന ഒരു 3 പീസ് സെറ്റാണ് വരുന്നത് കേട്ടോ. ഇതൊരു റാണി പിങ്ക് കളറിലേക്ക് വരുന്ന ഒരു ഷെയ്ഡാണ്. അതിനകത്തത് ഇങ്ങനെ ഒരു ബീജ് കളർ പോലെയുള്ള ഇതിലാണ് ഇങ്ങനെ ഒരു പ്രിൻ്റ് വർക്കും കാര്യങ്ങൾ പോയിട്ട് ഇവിടെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇപ്പം വലിയ പ്രിൻ്റുകൾ അങ്ങനെയാണ് ഇപ്പോൾ കുറച്ചും കൂടി ട്രെൻഡിലേക്ക് വരുന്നത്. നമുക്ക് കോഡ് സെറ്റ് ആണെങ്കിലൊക്കെ വലിയ പ്രിൻ്റുകളിലേക്കാണ് കൂടുതലും എൻക്വയറിയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റയറാണ് കേട്ടോ. ഇത് 3 പീസ് സെറ്റാണ്. ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമാണ് വരുന്നത്. ഈ സിൽക്ക് അല്ല ബോട്ടം, ഇതൊരു സിൽക്ക് തന്നെയാണ്. ഇതിൻ്റെ അത്ര ഒരു മൊഡാൽ ടൈപ്പിലല്ല, എന്നാലും ഒരു സിൽക്കാണ് ബോട്ടം വരുന്നത്. ഈ ടോപ്പും ഷാളും സെയിം മെറ്റീരിയലാണ് കേട്ടോ. ഷാള് ഇത്രയാണ് വീതി വരുന്നത്. നോർമൽ നമ്മുടെ കോട്ടൻ്റെ ഷാളുകളുടെ വീതിയല്ല, ഇത് ഇത്രയാണ് വീതി വരുന്നത് കേട്ടോ. നീളം വരുന്നത് നോർമൽ നമ്മുടെ ഇവിടങ്ങളിൽ കിട്ടുന്ന പോലെ ഒരു 2.25 റേഞ്ചിലാണ് ഷാൾ വരുന്നത്. ഇതൊന്നും ഇങ്ങനെ ഇട്ട് നടക്കാൻ ഉള്ള ഒരു ഐറ്റം അല്ല, കറക്റ്റ് ഒരു പാർട്ടി വെയർ ലുക്കിൽ ഇടേണ്ട ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നത് 38 വരുന്നുണ്ട്. ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഒരു 44 to 45 ആണ് കേട്ടോ. കാരണം ഇത് ഇച്ചിരി ആ ഒരു നമ്മുടെ പല അറ്റയർ നമ്മളിപ്പോൾ ചിലത് ഇച്ചിരി കയറി നിൽക്കുന്ന ടൈപ്പാണ്. കാരണം ബോട്ടം ഇച്ചിരി കാണത്തക്ക രീതിയിൽ ഒരു ലൂസ് പോലെയാണ് കേട്ടോ. ഒരു സെമി പലാസ സ്റ്റൈലിൽ വരുന്നതാണ് പാൻറ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി ബോട്ടം ടോപ്പ് ഇച്ചിരി കയറി നിൽക്കുന്ന പോലെ. എനിക്ക് ഇച്ചിരി ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് ഇത്രയും നിൽക്കുന്നത്. ശരിക്കും നല്ല ഭംഗിക്ക് ഇങ്ങനെ നിൽക്കേണ്ടതാണ്, എന്നാലാണ് ആ ഒരു കുർത്തിയുടെ ഒരു ലുക്ക് കിട്ടുള്ളൂ. 44 to 45 റേഞ്ചാണ് ടോപ്പിന് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റാണ്. മീഡിയം സൈസ് മുതൽ XXL സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1399 ആണ് കേട്ടോ. നമ്മുടെ ഒരു റേഞ്ചാണ്, നമുക്ക് കിട്ടുന്ന റേഞ്ചും ഒരു പ്രൈസാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് ഈ റേഞ്ച് ആയിരിക്കില്ല നിങ്ങളൊരു ബുട്ടീക്കിലോ അല്ലെങ്കിൽ വലിയ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലോ പോയാൽ കിട്ടുക ഇതിൻ്റെ വില. കാരണം അത്രയും ക്ലാസി പ്രീമിയം സിൽക്കാണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി കാണാം. കുർത്തിയുടെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാൻ വിട്ടുപോയിട്ട് അതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും പോയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു വർക്കാണ് പോയിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ സിൽക്കി മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു പ്രിൻ്റാണ്. നല്ല ഭംഗിയിൽ അയൺ ചെയ്തൊക്കെ ഇടണം കേട്ടോ. നമുക്ക് ടോപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ സിൽക്കി ആയതുകൊണ്ട് അറിയാലോ, ഭയങ്കര ഇതായിട്ടായിട്ട് ഉണ്ടാവുക. നമ്മൾ ഇടുമ്പോൾ അയൺ ചെയ്ത് നല്ല ഭംഗിയിൽ ഇടുക. പിന്നെ സ്ലിറ്റഡ് ആണ് വരുന്നത്. ഉള്ളിലത്തെ ലൈനിങ് വരെ മൽമൽ പോലെയുള്ള ഒരു ലൈനിങ് ആണ്. കോട്ടൺ ആണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ കുർത്തി മൊത്തത്തിൽ നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നല്ല രസമുള്ള ഒരു ടോപ്പാണ്. പുറകുവശം ഇതേ സെയിം പ്രിൻ്റ് തന്നെയാണ് പോകുന്നത്. ബോട്ടം വന്നിട്ട് 2 സൈഡിലേക്കും ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല വിരിവും കാര്യങ്ങളൊക്കെ കിട്ടത്തക്ക രീതിയിലാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു കംഫർട്ടായിട്ട് നമുക്കൊരു വിധത്തിൽ പിടുത്തോ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ബോട്ടം വരുന്നത്. ഇതങ്ങനെ വരും. ഇതും ഒരു സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. അതാണ് ഇങ്ങനെ ഇത്തിരി തളർന്ന പോലെ കിടക്കണം കേട്ടോ. അപ്പോൾ ഒരു മൊഡാലിലൊക്കെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ബോട്ടാണ്. നമുക്കത് പിടിക്കുമ്പോൾ അത്രയും നല്ല ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ കാണാം. അടുത്ത കളറ് വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു മഞ്ഞ കളറാണ് കേട്ടോ. മഞ്ഞയിൽ ഒരു ആഷ് കളറിലുള്ള പ്രിൻ്റാണ് ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് അടുത്ത് കിട്ടുമ്പോൾ കാണാൻ നല്ല രസമാണ്. അപ്പം നേരത്തെ നമ്മൾ കാണിച്ച റാണി പിങ്ക് ഇത് വരുന്നത്
നല്ല മഞ്ഞ കളറാണ്. ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. മൊഡാൽ സിൽക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത്. നമുക്ക് പാർട്ടി വെയർ കളക്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ബോട്ടം വന്നിട്ടുള്ളത് ഇതിനോട് മാച്ച് ആവുന്ന രീതിയിൽ പ്ലെയിൻ ആണ് കേട്ടോ. പ്ലെയിനിൽ വേറൊരു ടൈപ്പ് സിൽക്കാണ്. ഈ ടോപ്പിൻ്റെ അത്ര മൊഡാലല്ല ബോട്ടത്തിൻ്റെ കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ശരിക്കും ഒരു പാർട്ടി വെയർ ആയിട്ട് ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ഇങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ആ ഒരു പ്രീമിയം അതിന് ലുക്ക് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. ഞാൻ എത്രത്തോളം പറയുന്നു എന്ന് മനസ്സിലാവണമല്ലോ. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നതേ നോർമലിനേക്കാൾ ഇച്ചിരി കൂടുതലാണ്. എല്ലാത്തിനും ഇച്ചിരി കൂടുതൽ ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു സൈസ് കൂടുതൽ എടുക്കുന്ന ആൾക്കാർ എടുക്കേണ്ടി വരുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മീഡിയം ആണെങ്കിൽ 40ൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അപ്പം 39-40 എന്തായാലും കിട്ടും. അപ്പോൾ മീഡിയം എടുത്തിട്ട് ഒരു എക്സ്ട്രാ സൈസ് എടുക്കുന്ന ആൾക്കാർ അങ്ങനെ എടുക്കണ്ട. ആ സൈസിലുള്ളത് മാത്രം എടുത്താൽ മതിയാവും. എല്ലാത്തിലും കൂടുതലുണ്ട്. കുറവാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് പറയാറ്. പക്ഷേ ഇതിങ്ങനെ എക്സ്ട്രാ എടുക്കുമ്പോൾ ഭയങ്കര നമ്മുടെ സ്കിൻ ഫിറ്റ് പോലെ ആയതുകൊണ്ടേ അതുകൊണ്ടാണ് പറയുന്നത്. സൈസ് എടുക്കുമ്പോൾ എക്സ്ട്രാ എടുക്കുന്നവർ അത് വേണം എന്നില്ല കേട്ടോ. 44ൻ്റെ സൈസൊക്കെ ഓൾമോസ്റ്റ് നമുക്കൊരു 3XLകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ വർക്ക് കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ ബീഡ്സ് വർക്കാണ്. അതുപോലെ തന്നെ പേളിൻ്റെ വർക്ക്, അങ്ങനെ കുറേ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും ഇതിൽ ഓവറോൾ പോയിട്ടുണ്ട്. അപ്പോൾ കാണാൻ മൊത്തത്തിൽ നല്ല ലുക്കുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് മീഡിയം മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഷാളിന് നല്ല ഡീറ്റെയിലിംഗ് വർക്കും അങ്ങനെയൊന്നല്ല, പ്രിൻ്റാണ്. അതിൻ്റെ ആ ഒരു പ്രിൻറ്റും ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വൈസാണ് ഇതൊരു പ്രീമിയം ലെവലിലേക്ക് പോകുന്നത് കേട്ടോ. അല്ല നമ്മുടെ മറ്റെന്നൊക്കെ പറഞ്ഞാൽ ചില കുർത്തികൾ ഭയങ്കര ഹെവി വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് ഒരു പാർട്ടി വെയർ ലുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് മെറ്റീരിയൽ വൈസ് കൊണ്ടാണ് അതിന് ഇച്ചിരി ഒരു പ്രീമിയം എക്സ്ക്ലൂസീവ് ലുക്ക് വരുന്നത്. അപ്പം മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക എല്ലാവരും. അടുത്തത് വരുന്നത് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കോഡ് സെറ്റാണ്. നമ്മളോട് എപ്പോഴും കോഡ് സെറ്റ്, പുതിയ പാറ്റേൺ കോഡ് സെറ്റ് എന്താ കൊണ്ടുവരാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ ആ ഒരു ടൈപ്പ് കോഡ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത്. മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ്. സ്ലീവിൻ്റെ എൻഡിൽ, ടോപ്പിൻ്റെ എൻഡിൽ, അതുപോലെ ബോട്ടത്തിൻ്റെ എൻഡിലും ഇതേ വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഒരു 31 to 33 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. മീഡിയം ലാർജ് സൈസുകാർക്ക് ഒരു 31, XL XXLകാർക്ക് 33, ബോട്ടത്തിന് ഒരു 38-39 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കോഡ് സെറ്റാണ്. ഇപ്പോൾ എല്ലാവരും നോർമൽ കോഡ് സെറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോഡ് സെറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊരു കോഫി കളറാണ് വരുന്നത്. ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട്. ഇപ്പോൾ ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇതൊരു കോട്ടൺ ബ്ലെൻഡായ തരത്തിലുള്ളൊരു മെറ്റീരിയലാണ്. നമുക്ക് പിടിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് തോന്നും, എന്നാൽ കോട്ടൺ ഉണ്ട് താനും. അങ്ങനെ തന്നെയാണ്. നമുക്ക് കോട്ടൺ മിക്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലിലാണ് ഇത് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വർക്കാണ് ഏറ്റവും രസമായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് മീഡിയം സൈസാണ്. ഇതിന് പിന്നെ ഇവിടെ ഇങ്ങനെ 4 ബട്ടൺ ഇങ്ങനെ ഒരു ഷോക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് കാണാൻ മാത്രമാണ്. പിന്നെ ഒരു ഹൈനെക്ക്, വീനെക്ക്, അങ്ങനെയാണ് പാറ്റേൺ വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പുറകുവശം പ്ലെയിൻ ആണ്. ഫ്രണ്ടിലാണ് ഈ വർക്ക് വന്നത്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാവേ. ക്ലോസർ വ്യൂവിൽ നമുക്കിതിൻ്റെ വർക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റുമോ അത്രയാണ് ഉള്ളത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടോ. ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഇവിടെയും അതിൻ്റെ പുറകുവശം സ്ലീവ് ഫുള്ളായിട്ട് ഈ വർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പിറകിലേക്ക് ആ വർക്ക് പോകുന്നില്ല. ഫ്രണ്ട് പോർഷനിലാണ് ടോപ്പിൻ്റെ എഡ്ജിൽ വരുന്നത്. നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കാലപ്പിംഗ് പോലെ തന്നെ കട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ സ്കാലപ്പിൽ വെച്ച് നിർത്തിയേക്കല്ല, അത് ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം വന്നിട്ട് ഇതെങ്ങനെ വരും. അത്യാവശ്യം നല്ല ലൂസുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബാൻഡും അതുപോലെ തന്നെ ഒരു നാട കൊടുത്തിട്ടുണ്ട്. പുറകുവശം വരുന്നത് ഇലാസ്റ്റിക്കാണ് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിൽ, ബോട്ടത്തിൻ്റെ എൻഡിൽ ഇതുമാതിരി എംബ്രോയ്ഡറി വർക്ക്, ഒരു ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. അപ്പോൾ ഇത് മീഡിയം ടു XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് 699. ഇത് സെക്കൻഡ് കളറാണ് കേട്ടോ. ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത്. നേരത്തെ കാണിച്ച എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് കേട്ടോ. സ്ലീവിൻ്റെ എഡ്ജിൽ ഇങ്ങനെ
ബോട്ടം എല്ലാം കളർ മാത്രമാണ് വ്യത്യാസം വരുന്നത്. രണ്ടും നല്ല കിടിലൻ കളേഴ്സാണ്. നിങ്ങളൊരു തവണ ഇത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. മീഡിയം ടു XXL 699 ആണ് പ്രൈസ്. അടുത്തത് വരുന്നത് ഒരു ഹക്കോബ പാറ്റേൺ ആണ്. കിട്ടില്ലെന്നൊരു പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരു ഐറ്റമാണ്. നോർമൽ നമ്മൾ കാണുന്ന ഒരു പാറ്റേണിലല്ല അതിൻ്റെ സ്ട്രക്ചർ പോയിട്ടുള്ള ഒരു കോളർ നെക്ക്, അവിടുന്ന് ഒരു വി നെക്ക്, പിന്നെ താഴത്തേക്ക് 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സ് പ്ലീറ്റ് പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പ്രീമിയം ലെവലിൽ വരുന്ന മെറ്റീരിയലാണ്. ഭയങ്കര എന്താ പറയുക, നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റും. സ്റ്റിഫി ആയിട്ട് നിൽക്കണ പോലെയൊന്നുമല്ല. നല്ല അത്യാവശ്യം നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാണാനും നല്ല രസമാണ് കേട്ടോ. അതുപോലെ തന്നെ നോർമൽ നമ്മൾ ഫുട്ബോൾ ഹക്കോപ്പയൊക്കെയാണ് കൂടുതൽ ഉണ്ടാവാറ്. പിന്നെ ഇച്ചിരി പ്രീമിയം ലെവലിലേക്ക് വരുന്നത്. ഇത് അങ്ങനെ പ്രീമിയം ലെവലിലേക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. അതായത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് താഴത്ത് ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഒഴുകി പോലെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ ഇതുപോലെ എംബ്രോയ്ഡറി അല്ല, എന്തോ ഒരു സ്റ്റിച്ചിങ്ങിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. പഫിൻ്റെ ഒരു മോഡൽ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു XXL ആണ്. പ്രൈസ് വരുന്നത് 749 ആണ് കേട്ടോ. അത് നല്ല രസമാണ് കാണാനായിട്ട്. നിങ്ങളത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, അപ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ലുക്ക്. അടുത്തത് ബ്ലാക്ക് കളറാണ്. എവർഗ്രീൻ ബ്ലാക്കാണിത്. നമ്മളിതിന് മുമ്പ് ബ്ലാക്കിൻ്റെ കുറേ ഈ ഹക്കോബയിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വർക്കൊന്നും ഇല്ലാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് തന്നെ നമ്മളോട് കുറേ പേര് ഇത് റീസ്റ്റോക്ക് ഉണ്ടാവുമോ, മേടിച്ച ആൾക്കാർ തന്നെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിക്ക് ബ്ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു ഹക്കോബയാണ് കേട്ടോ. നോർമൽ നമ്മൾ ഫുട്ബോൾ ഹക്കോബയിലാണ് കൂടുതലും കിട്ടാറ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക തരമാണ്. അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ഉണ്ട്. അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതാണ്. ഇത് ഇച്ചിരി അത്യാവശ്യം ഹെവിയാണ് ആയിട്ട് കേട്ടോ. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം അത് ഒരു അത്യാവശ്യം അതിൻ്റെ ക്വാളിറ്റി. പിന്നെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ. വേറെ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ എല്ലാ ഡീറ്റെയിലിംഗ് തന്നെയാണ് ഇതിന് വരുന്നത്. ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഒരു 45 to 46 റേഞ്ച്. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ഫീഡിങ് കുർത്തിയാണ് കേട്ടോ. ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഫീഡിങ് കുർത്തികൾ, സിമ്പിളായിട്ട് ഇടുന്ന ഫീഡിങ് കുർത്തികളെ വിട്ടിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ്. നല്ല രസമുള്ള ഒരു നെക്ക് പാറ്റേൺ. ഇതിൻ്റെ വർക്കാണ് രസം. ഇത് സാധാരണ കുർത്തികളുടെ പോലെയല്ല, നല്ല ഹെവി ആയിട്ട് കട്ടിയിലാണ് ഇതിൻ്റെ വർക്ക് പോയിട്ടുള്ളൂ. മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കണം. അപ്പോൾ തന്നെ കട്ട് ബീഡ്സും അങ്ങനെയൊക്കെ ഉള്ള ഇത് വെച്ച് ചെയ്യുമ്പോൾ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഹെവി ആയിട്ട് നല്ല രസത്തിൽ മെഷീൻ എംബ്രോയ്ഡറി വെച്ചാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാർട്ടി വെയർ കളക്ഷനായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ 2 സൈഡിൽ ഹിഡൻ സിബാണ്. പഫ് സ്ലീവ് കൊടുത്തിട്ടുള്ള ഷോർട്ടായിട്ടുള്ള സ്ലീവാണ് വരുന്നത്. 2 സൈഡിലേക്ക് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സ് ഫ്ലീറ്റ് പോലെ ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 46 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കുർത്തിയുടെ ഒരു ഓവറോൾ സ്ട്രക്ചർ വരുന്നത്. സൈസ് ചാർട്ട് വരുന്നത് ലാർജ്, XL, XXL സൈസസിലാണ് വരുന്നത്. കുർത്തിയുടെ പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ്. കുർത്തിയുടെ ഇവിടം വരെ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല. നല്ല കട്ടിയുള്ള ഐറ്റമാണ് കേട്ടോ ഇത്. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. കാരണം ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ല ഹെവിയാണ്. ഇതിൻ്റെ വർക്ക് പോകുന്നുണ്ട്. ഈ വർക്കൊക്കെ കൊടുത്തുകൊണ്ടും ഇവിടെ ലൈനിങ് കൊടുത്തുകൊണ്ട് തന്നെ ഇത് പിടിക്കുമ്പോൾ നല്ല ഹെവി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല രസത്തിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പുറകു വശം ഇങ്ങനെ വരും. പിന്നെ ക്ലോത്ത് കണ്ടോ, ഒരു ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ നമ്മുടെ ഒരു എന്താ പറയുക, ജീൻസിൻ്റെ ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയിൽ നമ്മുടെ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നമുക്ക് ബട്ടക്സ് ഒക്കെ കവർ ചെയ്ത രീതിയിൽ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. നമുക്ക് 30 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. സ്ലീവിനാണെങ്കിൽ ഒരു 17 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ഇതിൽ 4 കളർ ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെ ഈ ഒരു പ്രിൻ്റാണ്. ഇതൊരു വൈനും ലാവൻഡറും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇത് നെക്കിൻ്റെ പാറ്റേൺ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നീടുള്ള ബട്ടൺസ് ഷോ ബട്ടൺ ആണ് കേട്ടോ. ഇങ്ങനെ വരും. ഇവിടെ ഒരു എലൈൻ പോലത്തെ ഒരു, ഇവിടെ സ്ലിറ്റ് ഇല്ല, ഇങ്ങനെ ഒരു കട്ടിങ് ആണ്. ഫ്രണ്ടിലാണ് കട്ടിങ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇച്ചിരി വിരിവുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കട്ടിങ് പോണതിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെ കിടക്കുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് ജീൻസിൻ്റെ ടോപ്പൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ കുർത്തി ടോപ്പിൻ്റെ ഫീച്ചർ കണ്ടല്ലോ അല്ലേ, ഇത്രയും വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കളർ. അത് ഞാൻ നിങ്ങൾക്കൊരു ക്ലോസർ വ്യൂയിൽ കാണിക്കാം. എന്താ കണ്ട, ഇതാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള കളർ.
ഇതിൽ എന്ത് കളറാണെന്ന് മനസ്സിലാവുണ്ടോ? ഒരു വൈൻ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ബേസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. മീഡിയം മുതൽ XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. M, L, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 299 മാത്രമാണ് കേട്ടോ. കോട്ടൺ ആണ് വരുന്നത്. പലതരം കോട്ടൺ ഉണ്ട്. ചിലർ പറയുന്നത് എക്സാക്റ്റ് കോട്ടൺ പോലെ അല്ലല്ലോ എന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്ന കോട്ടൺ ഇപ്പോൾ ഖാദി കോട്ടൺ ഉണ്ട്, സോഫ്റ്റ് കോട്ടൺ ഉണ്ട്, കോട്ടൻ്റെ മിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു കൈൻഡ് ഓഫ് കോട്ടൺ ആണ് ഈ വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല. നല്ല കട്ടിക്ക് തന്നെയുള്ള മെറ്റീരിയലാണ് കേട്ടോ. കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. 299 ആണ് പ്രൈസ് വരുന്നത്. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക. ഞാൻ ഒരെണ്ണേ വെയർ ചെയ്ത് കാണിക്കണുള്ളൂ. ഇതിൻ്റെ വേറൊരു കളർ ടോണുണ്ട്. ഒരു ഇൻഡിഗോ ഷെയ്ഡിലേക്ക് വരുന്ന പോലത്തെ ഇതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുമാതിരി 299 ജീൻസിൻ്റെ ടോപ്പ് ഇട്ടുണ്ടായിരുന്നു. ആ ടൈപ്പ് മെറ്റീരിയൽ, അതൊരു വെജിറ്റബിൾ ഡൈ പോലത്തെ ഒരു നാച്ചുറൽ കോട്ടൺ മെറ്റീരിയലാണത്. എന്നുവെച്ചാൽ വെജിറ്റബിൾ ഡൈ, നമുക്ക് ഒരു ആർട്ടിഫിഷ്യലൊന്നും ചെയ്യാതെ ഒരു വെജിറ്റബിൾ ഡൈയിൽ പോയിട്ടുള്ളത്. പക്ഷേ ഇതൊരു നമുക്കങ്ങനെ ആ ഒരു ടൈപ്പ് അല്ല കോട്ടൺ, വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ കളർ തന്നെ. അപ്പോൾ രണ്ട് കളറും വ്യത്യാസമുണ്ട്. ഇതൊരു വൈൻ ടോൺ, ഇതൊരു ഇൻഡിഗോ ടോൺ. ഇൻ കേസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് എക്സാക്റ്റ് കളർ ഏതെങ്കിലും ആണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ. ഒന്ന് ഇൻഡിഗോ ആണ് അല്ലെങ്കിൽ വൈനാണ്. ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ എനിക്കിത് ഏതാണെന്ന് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു 6 ടോണിൽ ഒരു നല്ല രസമുള്ളൊരു യെല്ലോ ടോണാണ് കേട്ടോ. ഒരു ഭയങ്കര ലൈറ്റ് ടോണും ഡാർക്ക് ടോണും ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ 6 ആണ്. ഇതിൻ്റെ മെറ്റീരിയലും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞ കോട്ടണിൽ തന്നെ പലതരമാണ്. ഇത് ഇച്ചിരി കൂടി കട്ടിയുള്ള ടൈപ്പ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ജീൻസിന് ഭയങ്കര കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നത് ഇങ്ങനത്തെ കോട്ടൻ്റെ ലെങ്ത് ഉള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇതായത് ഒരു ഡാർക്ക് നേവി ബ്ലൂവിൽ ചെറിയ പ്രിൻ്റാണ്. എല്ലാതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ 4 പ്രിൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ചുരിദാർ മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സെയിം റേഞ്ചിൽ നമ്മൾ കൊണ്ടുവരുന്നതാണെന്ന്. അപ്പോൾ അതേപോലെ തന്നെ 475 ആണ് ഐറ്റം വന്നിട്ട്. അന്ന് നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആൾക്കാർക്ക് തികഞ്ഞില്ല. അപ്പം അന്ന് മിസ്സായവരെല്ലാവരും ഇപ്രാവശ്യം മേടിക്കാം. അന്ന് ഇവിടുത്തെ ഇത് ഒരു 3 പൂക്കൾ കൂടുന്ന ഒരു ഡിസൈനും ഇവിടുത്തെ പ്രിൻറ്റിന് കുറച്ച് വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് മെറ്റീരിയൽ 2 സെയിം ആണ്. ഇത് എന്ത് മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. ഒരു സെമി സിൽക്കിൻ്റെ ഒരു ടോണിലേക്ക് വരുന്ന പോലത്തെയാണ്. നമുക്ക് കംഫർട്ടായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു പാർട്ടി വെയർ കളക്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് യോക്കേരി ഇങ്ങനെ കവർ ചെയ്ത് ചുരിദാർ ഇടുമ്പോൾ നല്ല ഭംഗി തന്നെയായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കട്ടിയുള്ള ടൈപ്പാണ്. പിന്നെ അതിൻ്റെ ബോട്ടത്തിനുള്ള മെറ്റീരിയലും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഇത് കളർ വരുന്നത് ഒരു ഗ്രേ കളറും അതിലേക്കൊരു ലാവണ്ടറും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ ഒരു കളറാണ്. എക്സാക്റ്റ് ഒരു ഡാർക്ക് ഗ്രേ അല്ല, ഒരു ലാവണ്ടർ ബ്ലെൻഡ് ആയിട്ടുണ്ട് ഇതിനകത്തേക്ക്. നിങ്ങൾക്ക് അത് എത്രത്തോളം എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു കളറാണ്. എക്സാക്റ്റ് ആ ഒരു ഗ്രേ ടോണാണ് അല്ലെങ്കിൽ ഒരു ലാവണ്ടർ ടോണാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മേടിക്കരുത്. ഇതിൽ ഇത്രയാണ് നമ്മൾ കളർ വ്യത്യാസം ഇല്ലാതിരിക്കാൻ വേണ്ടി ഐഫോണിലാണ് കളർ എടുക്കുന്നത്. എന്നാലും നമുക്ക് എക്സാക്റ്റ് കളർ കിട്ടിക്കൊള്ളണം എന്നില്ല. നിങ്ങളുടെ ഡിസ്പ്ലേയിലും ഇതിൻ്റെ കളർ മാറി മറിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ കളർ എനിക്ക് ഓക്കെ ആണ് എന്നുള്ളവർ എടുക്കുക. നമുക്ക് അതിൽ കൂടുതൽ അതിനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഹെവി ആയിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഷാളിൽ കേട്ടോ. നല്ല നീളവും വീതിയും ഉള്ള ഷാളാണ്. ഇപ്പോൾ ഇതിൻ്റെ നോക്കുമ്പോൾ ഈ ഫ്രണ്ട് ഭാഗവും താഴെ മുട്ടിയിട്ടുണ്ട്, ബാക്കിലും മുട്ടിയിട്ടുണ്ട്. നല്ല നീളമുണ്ട് കേട്ടോ ഷാളിന്. ഹെവി ആയിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ഓവറോൾ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ വീഡിയോയിൽ ഇതിൻ്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. ഇത്രയും ചിലർക്ക് തീരെ ഇഷ്ടമല്ല ഇത്രയും പറയുന്നത് എനിക്കറിയാം. പക്ഷെ ഞാനിത്
കാരണം എന്താ ഇങ്ങനെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഓർഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ കൂടുതൽ അതെന്താ അതിൻ്റെ പ്രൈസ് എത്രയോ തവണ നമ്മൾ പ്രൈസ് സൈസിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതൊന്നും ആൾക്കാർ കേൾക്കുന്നില്ല. പക്ഷെ എനിക്കിത് ഇൻഡിവിജ്വലി എല്ലാവരോടും ഓർഡർ എടുക്കുന്ന സമയത്ത് പറയാൻ പറ്റാത്തതുണ്ട്. ചില സമയത്ത് നമുക്ക് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോണ്ടല്ലോ, ദൈവമേ ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞതെന്ന് തോന്നും. നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് എല്ലാവരോടും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും പേര് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഓരോന്നിൻ്റെ ഇനിയുള്ളത് ഞാൻ കളേഴ്സ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് നിവർത്തി കാണിക്കാവോ, അതിൻ്റെ ഫോട്ടോ എടുക്കാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങളിതിൽ ഇങ്ങനെ കളർ കണ്ടിട്ട് കുഴപ്പമില്ല എന്നുള്ളവർ ഒന്ന് നമ്മളോട് സഹകരിക്കുക കേട്ടോ. സെക്കൻഡ് കളർ ടോൺ വന്നിട്ടുള്ളത് ഇതുപോലെയാണ്. ഞാൻ ഒത്തിരി നേരം പിടിക്കുന്നുണ്ട് കളർ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു മെഹന്തി ഗ്രീൻ കളറാണ് കേട്ടോ. ഇതിൻ്റെ ഷാള് വരുന്നത് ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള പോലത്തെ ഷാളാണ്. ഇതന്നെ ഫീച്ചർ ഒന്നും വ്യത്യാസമില്ല, കളേഴ്സ് മാത്രമാണ്. ഇതിൽ സിംഗിളാണ് പൂക്കൾ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂന്ന് പൂക്കൾ വരുന്ന ഡിസൈനായിരുന്നു. സെക്കൻഡ് ടോൺ വരുന്നത് ഒരു കോഫി ഷെയ്ഡ്, കോഫിയും മെറൂണും രണ്ടും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ ഒരു കളറാണ്. എക്സാക്റ്റ് കോഫി എന്ന് പറയാൻ പറ്റില്ല, എക്സാക്റ്റ് മെറൂണെന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളറാണ്. അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളർ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്രീൻ ഈ ടോണല്ല, വേറൊരു കളർ ടോണായിരുന്നു. ഇതെങ്ങനെ വരും കേട്ടോ. അപ്പോൾ ബോട്ടിൽ ഗ്രീൻ, ഈ ഒരു മെറൂണും ബ്രൗണും കൂടി മിക്സ് ആയ പോലത്തെ ഒരു കളറ്, മെഹന്തി ഗ്രീൻ, അതുപോലെ തന്നെ ലാവണ്ടറും ഗ്രേയും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ കളർ. 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 475 തന്നെയാണ് കേട്ടോ. ഇനിയും നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഒരുപാട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്. നല്ല പ്രൈസ് റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാണ്ട് തന്നെ വീഡിയോസ് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാച്ചാ.